ദൈവനാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, നിങ്ങൾക്കേവർക്കും ജീസസ് വോയിസ് മെസ്സേജ് എന്ന പ്രഭാത ദൈവവചന ധ്യാന ശുശ്രൂഷയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം നമുക്ക് വായിക്കാം. മീഖാ പ്രവചനം 6-ാം അധ്യായം 8-ാം വാക്യം. മനുഷ്യ, നല്ലതെന്തെന്ന് അവിടുന്ന് നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിപ്പാനും ദയാ തൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനും അല്ലാതെ എന്താവുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട മീഖാ പ്രവചനം 6-ാം അധ്യായം 8-ാം വാക്യത്തിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ എങ്ങനെ സാധിക്കുമെന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് കാണുന്നത്. മീഖാ പ്രവചനം 6-ാം അധ്യായം 6-ഉം 7-ഉം വാക്യങ്ങളിൽ നാം കാണുന്നത് ഇങ്ങനെയാണ്. അതൊരു ചോദ്യമാണ്, ഇരട്ട ചോദ്യം. എന്തോന്ന് കൊണ്ട് ഞാൻ യഹോവയുടെ സന്നിധിയിൽ അഥവാ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്ന് അത്യുന്നത ദൈവത്തിൻ്റെ മുമ്പാകെ കുമ്പിടേണ്ടു അഥവാ നമസ്കരിക്കേണ്ടു, ആരാധിക്കേണ്ടു? ഞാൻ ഹോമയാഗങ്ങളോടും 1 വയസ്സ് പ്രായമുള്ള കാളക്കിടാക്കളോടും കൂടെ അവിടുത്തെ സന്നിധിയിൽ ചെല്ലണമോ? 1000 ആട്ടുകൊറ്റനിലും 10,000 തൈല നദിയിലും യഹോവ പ്രസാദിക്കുമോ? എൻ്റെ അതിക്രമത്തിന് വേണ്ടി ഞാൻ എൻ്റെ ആദ്യജാതനെയും ഞാൻ ചെയ്ത പാപത്തിനു വേണ്ടി എൻ്റെ ഉദരഫലത്തെയും കൊടുക്കണമോ? ഈ 2 വാക്യങ്ങളിൽ നിരവധി ചോദ്യങ്ങൾ കാണുന്നുണ്ട്. കാളക്കിടാവിനെ ദൈവത്തിൻ്റെ മുമ്പിൽ അർപ്പിച്ചാൽ ദൈവം പ്രസാദിക്കുമോ? ആട്ടുകൊറ്റനെ ദൈവം മുമ്പിൽ യാഗം കഴിച്ചാൽ ദൈവം പ്രസാദിക്കുമോ? തൈല നദികളെ ദൈവം മുമ്പിൽ ഒഴുക്കിയാൽ ദൈവം പ്രസാദിക്കുമോ? എൻ്റെ ആദ്യജാതനെ ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചാൽ ദൈവം പ്രസാദിക്കുമോ? നിരവധി ചോദ്യങ്ങളാണ്. ഈ അനവധിയായ ചോദ്യങ്ങൾക്ക് മീഖാ പ്രവാചകൻ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് ഉത്തരം നൽകുകയാണ്. മനുഷ്യ, നല്ലത് എന്തെന്ന് അവിടുന്ന് നിനക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. നമ്മുടെ മുമ്പിൽ നന്മയും തിന്മയും ഉണ്ട്. നല്ലത് തിരഞ്ഞെടുക്കുവാനാണ് പ്രവാചകൻ നിർദ്ദേശിക്കുന്നത്. ന്യായം പ്രവർത്തിക്കുവാൻ, ദയാതൽപരനായിരിക്കാൻ, താഴ്മയോടെ നടപ്പാൻ സാധിച്ചാൽ ദൈവം പ്രസാദിക്കുമെന്നാണ് പറയുന്നത്. ഇവിടെ ആദ്യം വലിയ കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. 1000 തൈല നദികൾ ഒഴുക്കുന്നതും 10,000 ആട്ടുകൊറ്റന്മാരെ, കാളക്കിടാക്കളെ യാഗമർപ്പിക്കുന്നതും, ഇങ്ങനെ വലിയ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ഈ ഹോമയാഗങ്ങളിൽ ദൈവം പ്രസാദിക്കുമോ എന്നുള്ള ചോദ്യത്തിന് പ്രവാചകൻ വളരെ ലളിതമായി പറയുകയാണ്. ഇതൊന്നും ദൈവത്തിന് നൽകാൻ സമർപ്പിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് ന്യായം പ്രവർത്തിക്കുവാൻ കഴിഞ്ഞാൽ, ദയാതൽപരരായിരിക്കാൻ കഴിഞ്ഞാൽ, താഴ്മയോടെ നടപ്പാൻ കഴിഞ്ഞാൽ ദൈവം അതിൽ പ്രസാദിക്കുമെന്നാണ് വചനം പറയുന്നത്. കഴിഞ്ഞ ദിവസം നാം ദൈവം പ്രസാദിക്കുവാൻ ദൈവപുത്രനിൽ വിശ്വസിച്ചാൽ മതിയാകും എന്ന് ധ്യാനിച്ചു. ഇന്ന് ദൈവപുത്രനിൽ വിശ്വസിക്കുന്ന നാം ദയാ തൽപരരായിരുന്നുകൊണ്ട് ന്യായം പ്രവർത്തിച്ചുകൊണ്ട് താഴ്മയോടെ നടന്നാൽ
ദൈവം പ്രസാദിക്കുമെന്നാണ് വചനം പറയുന്നത്. അതെ, നമുക്ക് ദൈവത്തെ ഇപ്രകാരം പ്രസാദിപ്പിക്കാം. ആമേൻ, ആമേൻ.